ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രമിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പ്രിയ മക്കളും എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സീരീസ് ആയിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് അനുഭവ സാക്ഷ്യം തുടർച്ചയായിട്ട് തുടർമാനമായിട്ട് പറയാനുള്ള ഒരു അവസരം ലഭിച്ചത്. അല്ലെങ്കിൽ സാധാരണ ലഭിക്കുന്നത് നമുക്ക് മാക്സിമം 1 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ 1.5 മണിക്കൂർ വരെയൊക്കെ ഇങ്ങനെ അനുഭവ സാക്ഷ്യം പറയാനൊക്കെ അവസരം കിട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം 1 മണിക്കൂറോളം എനിക്ക് തോന്നുന്നു എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെച്ചു. അത് ഒരു ഘട്ടം വരെ ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തി. അത് കഴിഞ്ഞിട്ട് അതിന് തുടരാമെന്ന് ദിവസം പറഞ്ഞതുകൊണ്ട് അത് ഇന്ന് അവിടെ നിന്ന് തുടങ്ങാൻ പോവുക. ദൈവം അനുവദിച്ചാൽ ഇന്നും 1 മണിക്കൂറോളം കഴിഞ്ഞിട്ട് നിർത്തും. പിന്നെ ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത വെള്ളിയാഴ്ചയും ഇതുപോലെ അനുഭവ സാക്ഷ്യം തന്നെ അതിന്റെ തുടർമാനമായിട്ടുള്ളത് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അപ്പൊ എന്റെ പേര് ഒരിക്കൽ കൂടെ ഞാൻ പറയുക, എപ്പോഴും എല്ലാവരും തെറ്റിക്കുന്നതാ എന്റെ പേര്. അപ്പൊ എന്റെ പേര് മാർസലിൻ ജെ മൊറൈൻ. സ്ട്രെയിഞ്ച് ആണ് പേര്. ഈ അമേരിക്കയിലുള്ളവർക്ക് പോലും എന്റെ പേര് കേൾക്കുമ്പോൾ അവർക്ക് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നാറുണ്ട്. എന്തായാലും അങ്ങനെയാ ആ പേരിന്റെ ഹിസ്റ്ററി വന്ന വഴിയും ഒക്കെ ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞു തന്നു. എന്തായാലും എല്ലാത്തിനും ദൈവത്തിന് ഉദ്ദേശമുണ്ടല്ലോ. ദൈവത്തിന്റെ നാമമഹത്വത്തിനായി ഇതെല്ലാം തീരട്ടെ. അപ്പൊ ഞാൻ ചുരുക്കമായിട്ട് 1-2 മിനിറ്റില് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഒന്ന് ബ്രീഫ് ചെയ്ത് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗത്തേക്ക് കടക്കുക. ഞാൻ ജനിച്ചു വളർന്നത് ഒരു കത്തോലിക്ക കുടുംബത്തിലാണ്. 18 വയസ്സ് വരെ മാതാപിതാക്കളോടൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആശ്രമ ജീവിതത്തിലായിട്ട് പോയി 28 വർഷം ഒരു സന്യാസ സമൂഹത്തിൽ അംഗമായിട്ട് അവിടെ ജീവിച്ചു. അതില് 18 വർഷം പുരോഹിതനായും ബാക്കി അങ്ങനെ പൗരോഹിത്യ പഠനവും പിന്നെ പുരോഹിതനുമായിട്ട് 18 വർഷം അങ്ങനെ മൊത്തം 28 വർഷം ആ സന്യാസ ഭവനത്തിലുണ്ടായിരുന്നു. ഒരു ഭവനത്തിലല്ല, പല ഇടങ്ങളിലായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1992 നവംബർ ഡിസംബർ മാസങ്ങളിൽ എറണാകുളത്ത് വെച്ച് എൻ്റെ ഒരു കത്തിനെയും കുടുംബത്തെയും പെന്തക്കോസ്തിലേക്ക് പോയവർ തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരാനുള്ള എൻ്റെ ശ്രമത്തിന്റെ അവസാന ഘട്ടത്തില് പിന്നെ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടിട്ട് അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ പങ്കുവെച്ചപ്പോൾ അതിലൂടെ ദൈവം എന്നോട് ഇടപെട്ടിട്ട് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാനിപ്പോൾ നിന്റെ കുടുംബത്തിൽ തന്നെ നിനക്ക് ഞാൻ നൽകി കഴിഞ്ഞ സ്ഥിതിക്ക് നീ എന്റെ വചനവും എടുത്ത് എന്റെ സാക്ഷിയായി തെരുവിലേക്ക് ഇറങ്ങും. അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ഞാൻ നിർത്തിയത്. അപ്പൊ ദൈവത്തോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ 28 വർഷം സന്യാസ ഭവനത്തിലുണ്ടായിട്ട് അവിടെ ജീവിക്കുകയും അതിൽ 18 വർഷം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ദൈവത്തോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. ആ പല ചോദ്യങ്ങളും ചോദിച്ചതിന്റെ മറുപടിയാണ് ദൈവം ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയ എൻ്റെ സഹോദരന്റെ കുടുംബത്തിലൂടെ എനിക്ക് നൽകിയത്. ആ മറുപടി അത് തന്നിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് വചനം കൊടുത്ത് തെരുവിലേക്ക് ഇറങ്ങാൻ. ദൈവത്തിന് സ്തോത്രം. ഇനി എന്തായിരുന്നു ആ ചോദ്യങ്ങൾ? അതല്ലേ ഞാൻ ദൈവത്തോട്, ഒരു പുരോഹിതനാണ്, ഒരു സന്യാസ വൈദികനാണ്, എന്നിട്ട് അപ്പം പിന്നെ ദൈവത്തോട് ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണോ? അല്ല, അതിനുള്ള ചോദ്യങ്ങളൊന്നുമല്ല. പക്ഷെ ഞാൻ വളരെ കുഞ്ഞുനാളില് ഒരു വിശുദ്ധനായി തീരാൻ കൊതിച്ച ഒരു വ്യക്തിയായിരുന്നു. കാരണം ഞാൻ നാളെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അന്നത്തെ കാലത്ത് TV ഒന്നുമില്ല എൻ്റെ ചെറുപ്പത്തില്.
അതായത് 1950-കളിൽ, 80-അല്ല 50-കളിൽ. അപ്പൊ അന്ന് ടി വി ഒന്നുമില്ല നാട്ടില്. അപ്പോ പിന്നെ അന്നെല്ലാം കൂടെ അത് ഇന്ന് ടി വിയിൽ കാണുന്ന കുട്ടികൾക്ക് ടി വിയിലൂടെ സ്പൈഡർമാൻ, സൂപ്പർമാൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ അനുകരിക്കാനുള്ള പ്രവണത കുട്ടികൾക്കുള്ളതുപോലെ അന്ന് അതൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയില് വിശുദ്ധന്മാരുടെ ജീവിത അത്ഭുതങ്ങളെ കുറിച്ച് വായിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ അത്ഭുതങ്ങൾ വായിച്ച അവരായിരുന്നു എൻ്റെ ഹീറോകള്. അതുപോലെ ആയിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടായിരിക്കും വിശുദ്ധനാകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ സെമിനാരിയിൽ ഇപ്പോൾ അച്ഛനാകാൻ പോകാനൊക്കെ ആഗ്രഹിച്ചതും ആ സമയത്തിൽ പോയതുമൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ ആ ആഗ്രഹം കൊണ്ട് നടന്ന എനിക്ക് ദൈവത്തോട് കൂറുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, പേഴ്സണൽ റിലേഷൻഷിപ്പ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ അന്നും പിന്നെ ദൈവത്തോട് സംസാരിക്കുമായിരുന്നു, ചോദിക്കുമായിരുന്നു, പല ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അതിൽ ഒരു ചോദ്യം, ദൈവമേ, മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില് ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: കർത്താവിന്റെ സ്വർഗ്ഗാരോഹണ ശേഷം ശിഷ്യന്മാർ പുറപ്പെട്ടു, അവർ ദൈവവചനം പ്രസംഗിച്ചു. കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്റെ വചനത്തെ ഉറപ്പിച്ചു പോന്നു. അപ്പോ ഈ ഭാഗം നമുക്കറിയാം, അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിന്റെ അവസാനം 16-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ്. അപ്പൊ കർത്താവ് അതിനു മുമ്പ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-18 പറയുന്നു: നിങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു, ആകിയാൽ നിങ്ങൾ പുറപ്പെട്ട. അതുപോലെ 18-19-20 അപ്പൊ പുറപ്പെട്ട സകല ജാതികളെ എന്ന് ശിഷ്യരാക്കണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണം, പിന്നെ ഞാൻ കൽപ്പിച്ചതൊക്കെയും അവരെ പഠിപ്പിക്കണം, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങളുടെ കൂടെ ഇരിക്കും, നിങ്ങളുടെ ഉണ്ടാകും. അതാണ് മാർക്കോസിന്റെ സുവിശേഷത്തില് അതിന്റെ 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിന്റെ സ്വർഗ്ഗാരോഹണ ശേഷം കർത്താവ് കൂടെ ഇരുന്നു. കർത്താവ് പറഞ്ഞതുപോലെ ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവരുടെ പ്രസംഗത്തിൽ ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിച്ചു പോന്നു എന്ന് കണ്ടിട്ട് ഒരു പുരോഹിതനായിരുന്നു ഞാൻ. പ്രസംഗിക്കുക, ദൈവവചനം പ്രസംഗിക്കുക. ആ പ്രസംഗിച്ചിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങനെ നടന്നിട്ട് ആ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം വചനത്തെ ഉറപ്പിച്ചതായിട്ട് അങ്ങനെ അധികം ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കർത്താവിനോട് ചോദിച്ചത്. ഞാൻ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു, കർത്താവ് ഇടപെട്ടല്ലോ. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിക്കുമായിരുന്നു, കർത്താവ് ഞാനും വചനമല്ലേ പ്രസംഗിക്കുന്നേ, എന്നിട്ട് എന്തുകൊണ്ട് കർത്താവ് കൂടെ ഇരുന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഈ വചനത്തെ ഞാൻ പ്രസംഗിക്കുന്ന വചനം അതങ്ങനെ തന്നെയാണെന്ന് അവിടുന്ന് ഉറപ്പിക്കുന്നില്ല? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് കൊണ്ടാണല്ലോ ശിഷ്യന്മാരും മറ്റ് പിന്നെ കർത്താവിന് ശ്രമിച്ചവരൊക്കെ കർത്താവിനെ വിശ്വസിച്ചത്. അതുപോലെ എന്തുകൊണ്ട് ഇപ്പൊ നടക്കുന്നില്ല, എന്നിൽ കൂടെ അത് നടക്കുന്നില്ല എന്നായിരുന്നു എന്റെ ഒരു ചോദ്യം. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. ഞാൻ ആശ്രമത്തിലുണ്ടായിരിക്കുമ്പോൾ തന്നെ ഞാൻ രാവിലെ ഉണരുമ്പോൾ ആദ്യം ഞാൻ കാണുന്നത് ദൈവവചനമായിരിക്കണം. അതുകൊണ്ട് ഞാൻ ബൈബിൾ എന്റെ കിടക്കയുടെ തൊട്ടടുത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ചെയ്തിട്ട്, കണ്ണു തുറക്കില്ല, ലൈറ്റ് ഓൺ ചെയ്തിട്ട് ബൈബിള് തുറന്നിട്ട് ആദ്യം ചെന്നപ്പെടുന്ന ആ കണ്ണു തുറന്നുമ്പോൾ ആദ്യം ചെന്നപ്പെടുന്ന ആ വാക്യം അത് ഏതാണ്? അതാണ് അന്ന് എനിക്ക് ദൈവം തരുന്ന വാക്യം. അപ്പൊ അന്നത്തേക്കുള്ള എന്റെ ദൂത. അങ്ങനെ ഒരു ശീലം, ഇതൊന്നും ആശ്രമത്തിൽ നിന്ന് പറഞ്ഞു തന്നതല്ല, എന്റെ വ്യക്തിപരമായ ഭക്തിയുടെ ഭാഗമായിട്ട് ഞാനിങ്ങനെ അനുവർത്തിച്ചുകൊണ്ടിരുന്ന ഒന്നാണ്. അപ്പൊ ഇത് ഉറങ്ങി എഴുന്നേറ്റ് കണ്ണു തുറക്കുന്നത് വചനത്തിനകത്തായിരിക്കണം. അന്ന് ദൈവം തരുന്ന വചനമാണ് അന്ന് നടത്തേണ്ടത് എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ആവർത്തിച്ച് എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന 2 വാക്യങ്ങളുണ്ട്. പല വാക്യങ്ങളും കിട്ടുമായിരുന്നു.
എന്നാലും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് എടുക്കുന്നതുകൊണ്ട് അത് തന്നെ വീണ്ടും ആ ഭാഗം തന്നെ വന്നു വരാം. പക്ഷെ ഇത് കണ്ണു തുറക്കുന്നില്ല, കണ്ണു തുറക്കാതെ അത് ഇങ്ങനെ തുറന്നെടുത്തതാ. അപ്പോഴ് ആവർത്തിച്ച് കിട്ടുന്നത് ചിലപ്പോൾ ഞാൻ അത് എന്നെ ആണല്ലോ പിന്നെയും കിട്ടാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ മാറ്റി എഴുതാനും ഇങ്ങനെ 1-2 വാക്യങ്ങൾ ആവർത്തിച്ച് അത് തന്നെ വരും. ആ വാക്യം കിട്ടുമായിരുന്നു. അതിലൊന്നാ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ്. ഇങ്ങനെയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗത്തിൽ കിടക്കുക. അപ്പൊ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ലേ. ഞാൻ കത്തോലിക്ക സഭയില്, പ്രത്യേകിച്ച് ആശ്രമത്തില് നിരന്തരം പ്രാർത്ഥനയായി ഞങ്ങൾക്ക്. ആശ്രമത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാതിരാത്രി 12 മണിക്ക് എഴുന്നേൽക്കും പ്രാർത്ഥിക്കാൻ. എല്ലാവരും ഒരുമിച്ച് കൂടും. മണിയടിച്ച് ഞങ്ങൾ ചാപ്പലില് ഞങ്ങൾ ഒരുമിച്ച് വരും പ്രാർത്ഥിക്കാൻ. രാത്രി 12 മണിക്ക് എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് ആ പ്രാർത്ഥന, കൂട്ടപ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി കിടന്ന് ഉറങ്ങും. പിന്നെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. പിന്നെ പ്രാർത്ഥന. പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീണ്ടും ഒരുമിച്ച് കൂടും പ്രാർത്ഥിക്കാൻ. ഉച്ച കഴിഞ്ഞ് പിന്നെ ഒരു 3 മണിക്ക് വീണ്ടും ഒരുമിച്ച് കൂടും പ്രാർത്ഥിക്കാൻ. വൈകുന്നേരം 7 മണിക്ക് വീണ്ടും ഒരുമിച്ച് കൂടും പ്രാർത്ഥിക്കാൻ. രാത്രി 9:15 പിന്നെയും ഒരുമിച്ച് കൂടും പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ യാമപ്രാർത്ഥന പോലെ ഞങ്ങൾക്ക് ആശ്രമത്തിൽ പ്രാർത്ഥനയുണ്ട്. അതുകൂടാതെ അത് എല്ലാവരും ഒരുമിച്ച് വന്നുള്ള പ്രാർത്ഥന, അല്ലാതെ ഒറ്റയ്ക്കും അത് ഗ്രൂപ്പായിട്ടും ഒക്കെയുള്ള പ്രാർത്ഥനകൾ വേറെ. അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു സന്യാസ സമൂഹമായിരുന്നു. ഞങ്ങള് രാവും പകലും വചനം ധ്യാനിക്കണം, മുറിയിലിരുന്ന് വചനം ധ്യാനിക്കണമെന്നാണ് ഞങ്ങളുടെ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. സന്യാസ സമൂഹത്തിന്റെ ഡേ ആൻഡ് നൈറ്റ് മെഡിറ്റേറ്റ് ഓൺ ദ വേ ഓഫ് ദ ലോ ഓഫ് ദ ലോർഡ്. ഇപ്പൊ രാവും പകലും ദൈവവചനം ധ്യാനിക്കുന്ന ഒരു ജീവിതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നിരന്തരമുള്ള ഒരു പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഞാൻ കർത്താവിനെ വിളിക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് ഞാൻ വിളിക്കുക. അപ്പൊ ഇവിടെ കർത്താവ് എനിക്ക് തരുന്ന വാക്യം എന്താ? മിക്കവാറും ദിവസങ്ങളില് എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗത്തിൽ കിടക്കുക. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ടായില്ല, പിതാവായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗരാജ്യം. അത് പക്ഷെ അങ്ങനെ കിട്ടുമായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അധികമൊന്നും ചിന്തിക്കുമായിരുന്നില്ല. അങ്ങനെ പോകും. ഞാൻ കർത്താവിന്റെ ഘടമല്ലേ ചെയ്യുന്നത്, കർത്താവിന്റെ പേരല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞല്ല ആ വിശ്വാസത്തിൽ അങ്ങോട്ട് പോകുമായിരുന്നു. അതാണ് ഒരു വാക്യം, ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന വാക്യം. പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന മറ്റൊരു വാക്യമാണ് മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അതിലിങ്ങനെയാണ് നമ്മൾ കാണുന്നത്, കർത്താവ് അക്കരെ കടന്നു, മറുകര കടന്നു, കടൽക്കര ഇരിക്കുമ്പോൾ വലിയൊരു പുരുഷാരം അവന്റെ ചുറ്റും വന്നുകൂടി. അപ്പൊ ഇതൊക്കെ അത് നമുക്കറിയാം, സംഭവം അറിയാം. നമുക്ക് ബൈബിൾ വായിക്കുന്നതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ എനിക്കത് അറിയാമായിരുന്നു, ഞാൻ പ്രസംഗിക്കുന്നതുമാണല്ലോ. അപ്പൊ കർത്താവ് മറുകര കടക്കുന്നത് എന്താണെന്നോ അല്ല അവിടെ കൂടുന്നത് എന്താണെന്നൊക്കെ അന്ന് അതിന്റെ സിംബോളിക്, അതിന് എനിക്കുള്ള ദൂത, അതിൽ നിന്ന് എന്താണ് ഞാൻ ഗ്രഹിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അധികം ഞാൻ ചിന്തിക്കുമായിരുന്നില്ല. വായിച്ചു, അതിനെ വായിച്ചു വിട്ടു, അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നാല് ഈ 1992 നവംബർ ഡിസംബർ മാസങ്ങളില് എന്റെ കസിനും കുടുംബവുമായിട്ടുള്ള എൻകൗണ്ടർ, അവരെ കത്തോലിക്ക സഭയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള അതിന്റെ അവസാന ശ്രമം എന്ന് പറഞ്ഞാൽ 10 വർഷം അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവരുടെ പുറകെ നടക്കുകയായിരുന്നു, അവർ തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് മടക്കി കൊണ്ടുവരാൻ. പക്ഷെ എന്റെ അവസാനത്തെ ശ്രമത്തിലാണ് അവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ വിടുതലിന്റെ അനുഭവങ്ങളാണ് അവരെന്നോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ ആരും അവരോട് പറയുന്നത്, നീ എന്നോട് ചോദ്യങ്ങൾക്ക് ഉത്തരം. ഞാൻ ചോദ്യങ്ങളിലേക്ക് വന്നിട്ടില്ല, എന്നാ പറയാ, ചോദ്യങ്ങൾക്ക് ഉത്തരം നിന്റെ കുടുംബത്തിൽ തന്നെ നിനക്ക് ഞാൻ നൽകി ശ്രദ്ധിക്കുക. നീ എന്റെ വചനവുമിട്ട് എന്റെ സാക്ഷിയെ തെരുവിലേക്കത്. ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായിട്ട് അവന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ കിടക്കുക. അവൻ അക്കരെ കടന്ന് മറിയരെ കടന്ന്
പിന്നെ ആ കടൽക്കര ഇരിക്കുമ്പോൾ വലിയൊരു പുരുഷാരം അവന്റെ ചുറ്റും വന്നുപോയി. എന്നിട്ട് ഞാൻ ചോദിക്കാം, കർത്താവേ നിന്ന് ഞാൻ വിളിക്കുന്നു, നീ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിച്ച് നിന്റെ മകന് തെറ്റിച്ചായിട്ട് ഞങ്ങൾ കാണുന്നു, കേൾക്കുന്നു, വായിക്കുന്നു, പക്ഷെ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടൊന്നും നടക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അതൊന്ന്. മറ്റൊരു ചോദ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നത്, കർത്താവെ പത്രോസിനെ വിളിച്ചുകൊണ്ടുവരാൻ കൊർന്നേലിയസിനെ കൊർന്നേലിയസിന് ദർശനം കൊടുത്തു, പത്രോസിന് ലോപ്പായിലായിരുന്ന പത്രോസിന് അവിടെ ദർശനം കൊടുത്തു. അപ്പോ ഈ രണ്ട് കൂട്ടർക്കും ദർശനം നൽകിയിട്ട് നീ പത്രോസിനെ കൊർന്നേലിയസിന്റെ വീട്ടിലേക്ക് വരുത്തുകയായിരുന്നു. അപ്പോ അവിടെ ദർശനമാണ് കൊടുത്തത് കൊർന്നേലിയസിനും പത്രോസിനും. അതുപോലെ തന്നെ അത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ 5-ാം വാക്യത്തിലും പിന്നെ തുറന്നുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ 10-ന്റെ പിന്നെ അത് കൊർന്നേലിയസിന്റെ പിന്നെ ദർശനം, കൊർന്നേലിയസിന് കൊടുത്ത ദർശനം, 10-ന്റെ 9 മുതൽ പത്രോസിന് കൊടുത്ത ദർശനം, ഈ രണ്ടും കൂടി ചേർന്നിട്ട് പത്രോസിന്റെ ആയാലും കൊർന്നേലിയസിന്റെ ഭവനത്തിലെത്തുന്നു. അതുപോലെ തന്നെ വളരെ വിജയകരമായ ശുശ്രൂഷ ഫിലിപ്പോസ്, സുവിശേഷകനായ ഫിലിപ്പോസ്, അദ്ദേഹം ശമരിയയില് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുക, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക, അനേകർ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, അനേകം ഭൂതങ്ങൾ പുറത്തു പോകുന്നു. ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ സുവിശേഷത്തിന്റെ ശുശ്രൂഷയുടെ നല്ല ക്ലൈമാക്സിൽ നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ തൽക്കാലം നിന്റെ ഈ ശുശ്രൂഷ ഇവിടെ നിർത്തിയിട്ട് ആരുമില്ലാത്ത വിജനപ്രദേശത്ത്, ആരുമില്ലാത്തത് പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഫിലിപ്പോസ് അവിടെ പോയി നിൽക്കുന്നു. ജെറൂസലേമിൽ നിന്ന് ആരാധന കഴിഞ്ഞ് എത്യോപ്യയിലേക്ക് മടങ്ങുന്ന പിന്നെ എത്യോപ്യൻ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രി അദ്ദേഹം ആ മനുഷ്യൻ അതിലെ രഥത്തിലിരുന്ന യശയ്യാപ്രവചനം വായിച്ചു പോകുന്നത് കണ്ടിട്ട്, നീ വായിക്കുന്നത് നീ അല്ലെങ്കിൽ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഫിലിപ്പോസ് വിളിച്ചു ചോദിക്കുന്നു. ആരും പൊരുൾ തിരിച്ചു തരാതെ ഞാൻ എങ്ങനെയാ ഗ്രഹിക്കുക എന്ന് പറഞ്ഞതനുസരിച്ച് എന്നാൽ പിന്നെ രഥം നിർത്തി ഫിലിപ്പോസിന്റെ അകത്തേക്ക് കയറ്റി അവർ രണ്ടുപേരും യാത്ര ചെയ്യുന്ന കൂട്ടത്തില് അങ്ങനെ വചനം പങ്കുവെക്കുന്നു. വെള്ളം കണ്ട സ്ഥലം വന്നപ്പോൾ ക്ഷണം ചോദിക്കുന്നു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുവാൻ എന്താ തടസ്സം? അപ്പോൾ ഫിലിപ്പോസ് പറയുന്നു, നീ വാസ്തവമായി വിശ്വസിക്കുന്നുണ്ട്, പൂർണ്ണമായി നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. രണ്ടുപേരും രഥത്തിൽ നിന്നിറങ്ങി വെള്ളത്തിൽ പോയി അവിടെ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റു. അതിന് തുടർന്ന് ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ വഹിച്ചു എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് പിന്നെ പിന്നെ നമ്മൾ കാണുന്നത് അത് ഷണ്ണൻ തന്റെ വഴിക്ക് എത്യോപ്യയിലേക്ക് പോയി. അപ്പൊ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് ഇടപെട്ടു. മറ്റടുത്ത ദർശനം കൊടുത്തു, കൊർന്നേലിയസിന് ദർശനം കൊടുത്തു, പത്രോസിന് ദർശനം കൊടുത്തു. ഇവിടെ ഇതാ ഫിലിപ്പോസ് നല്ല ശുശ്രൂഷ, വളരെ ശക്തമായ വലിയ വിജയകരമായ പിന്നെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതെല്ലാം വിട്ടേച്ച് തൽക്കാലം വിട്ടേച്ച് അവിടെ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി നോക്കാൻ. ഇതിന്റെയൊക്കെ മീനിങ്, ഇതിന്റെയൊക്കെ അർത്ഥം, അന്തരാർത്ഥം ഞാനുമായിട്ടുള്ള ബന്ധത്തില് അത് പിന്നീടാണ് എനിക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത്. പക്ഷെ ഞാൻ ഇതൊക്കെ അന്ന് ചോദിച്ചു അദ്ദേഹത്തോട്, പിന്നെ എന്തുകൊണ്ട് എന്നെ അതുപോലെ നീ വഴി നടത്തുന്നില്ല? കൊർന്നേലിയസിന്റെ ഭവനത്തിലേക്ക് നീ പത്രോസ് നടത്തിയതുപോലെ, ദർശനം കൊടുത്ത് നടത്തിയതുപോലെ, പിന്നെ ഫിലിപ്പോസിനെ യൂനക്കിനെ പിന്നെ ആ ഷണ്ണനെ സ്നാനപ്പെടുത്തുവാൻ ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതുപോലെ എന്തുകൊണ്ട് എന്നോട് ഇടപെടുന്നില്ല? അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ ഏഷ്യ മൈനറിലെ സുവിശേഷം പ്രസംഗിക്കാൻ പോകാനായിട്ട് തന്റെ മിഷണറി യാത്രയിൽ തീരുമാനമെടുത്ത് അതിനായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവിന്റെ ആത്മാവ് പൗലോസിനെ തടഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയില് എന്നിട്ട് സ്വപ്നത്തിൽ, അതായത് ഡ്രീമില്, സ്വപ്നത്തിൽ പൗലോസിനോട് മക്കദോനിയ അല്ലെങ്കിൽ മാസിഡോനിയക്കാരനായ ഒരു പറയുന്നു, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന്. അത് പറയുന്നതനുസരിച്ച് പൗലോസ് മാസിഡോനിയയിലേക്ക് പോകുന്നു. അങ്ങനെ ഫിലിപ്പിയൻ സഭയും സ്ഥാപിക്കപ്പെടുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഞാൻ ദൈവത്തോട് ചോദിക്കുകയായിരുന്നു, കർത്താവേ നീ എന്നെ നയിക്കണം,
നീ എന്നെ എന്തുകൊണ്ട് നയിക്കുന്നില്ല? കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ദർശനം കൊടുത്ത് നീ നയിച്ചതുപോലെ, അല്ലെങ്കിൽ ഷണ്ഡനെ സ്നാനപ്പെടുത്താൻ നിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് ഇടപെട്ടതുപോലെ, അവർ പൗലോസിന്റെ സ്വപ്നത്തിലൂടെ ഇടപെട്ടിട്ട് ഏഷ്യാമൈനറിൽ പോകുന്നതിന് പകരം മാസിഡോനിയയിലേക്ക് നയിച്ചതുപോലെ എന്നെയും എന്തുകൊണ്ട് നീ നയിക്കുന്നില്ല എന്ന് 14 വർഷം ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. 14 വർഷം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. 1979 ലോക സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് മദർ തെരേസയ്ക്ക് ലഭിച്ചു. ആ സമയത്ത് ഞാൻ സെക്കൻഡറാബാദിൽ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിക്കുക. അച്ഛനായതിനു ശേഷം എന്നെ പഠിക്കാൻ വെച്ചാൽ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മദർ തെരേസയ്ക്ക് ഇങ്ങനെ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഞാൻ എവിടെയൊക്കെ അച്ഛനായിട്ട് എവിടെയൊക്കെ ആയിരുന്നോ അവിടെയെല്ലാം മദർ തെരേസയുടെ സിസ്റ്റേഴ്സിന്റെ കുമ്പസാരക്കാരനായി. കുമ്പസാരക്കാരൻ എന്ന് പറഞ്ഞാൽ അവരുടെ സ്പിരിച്വൽ ഫാദർ. വ്യാഴാഴ്ച തോറും അവർക്ക് 1 മണിക്കൂർ നേരം 1 മണിക്കൂർ ഒരു ക്ലാസ് കൊടുക്കണം. ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവരുടെ സിസ്റ്റേഴ്സിന്റെ കുമ്പസാരം കേൾക്കും. അങ്ങനെ പിന്നെ അവർക്ക് കുർബാന ചെല്ലാനായിട്ട് ഞങ്ങൾ ആശ്രമത്തിൽ നിന്ന് ഇങ്ങനെ അച്ഛന്മാർ അല്ലെങ്കിൽ വേറെ അവർക്ക് ഇങ്ങനെ പോകും. പക്ഷെ ഇത് ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ പ്രത്യേക ശുശ്രൂഷ ആണ് അതുണ്ടായിരുന്നു എനിക്ക്. ഞാൻ എവിടെയൊക്കെ ആയിരുന്നു അവിടെ, ഡൽഹിയിലും ബോംബെയിലും പിന്നെ കേരളത്തില് പല സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ ആയിരുന്ന ഇടങ്ങളിലൊക്കെ മദർ തെരേസയുടെ സിസ്റ്റേഴ്സിന്റെ ചാപ്ലിൻ ആയിരുന്നു. അപ്പോൾ സെക്കൻഡറാബാദിൽ ഞാൻ പഠിക്കാൻ ചെന്നപ്പോഴും അവിടെയുള്ള മദർ തെരേസയുടെ സിസ്റ്റേഴ്സിന്റെ കുമ്പസാരക്കാരനായി എനിക്കറിയുന്ന ദൈവം അങ്ങനെ ഒരു നിയോഗം തന്ന് അവിടെയും ആക്കി വെച്ചു. അവിടെ അവിടുത്തെ സുപ്പീരിയർ ഒരു മലയാളി സിസ്റ്റർ ആയിരുന്നു, സിസ്റ്റർ മോളി. അപ്പോൾ അവരാണ് അവിടുത്തെ സുപ്പീരിയർ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മദറിന് ലോകസമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് കൊണ്ട് ഈ ഹൈദരാബാദ് സെക്കൻഡറാബാദിലെ ലയൺസ് ക്ലബ്ബുകൾ മദറിന് സ്വീകരണം കൊടുക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. മദർ അതിനായിട്ട് ഇവിടെ വരുന്നു. 3 ദിവസം ഇവിടെ നമ്മുടെ കൂടെ ഇവിടെ കോൺവെന്റിലുണ്ടാകും. അച്ഛൻ ആ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞാല് പിന്നെ മദറുള്ള ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ മദറുമായിട്ട് ആ 3 ദിവസവും ഞാൻ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന കൂട്ടത്തില് പിന്നെ ഇന്റർവ്യൂ ടെക്നിക്സ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ ഒരാളെ ഇന്റർവ്യൂ ചെയ്യണമെന്നുള്ളത്, ജോലിക്കായിട്ടല്ല അല്ലാതെ ഉണ്ട് അവരുടെ കാര്യങ്ങളെ ഗ്രേറ്റ് ന്യൂസ് എഴുതാൻ, പിന്നെ അപ്പോൾ വാർത്തകൾ ഉണ്ടാക്കാൻ, അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഫീച്ചർ എഴുതാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി. അപ്പൊ ഇന്റർവ്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയം കൂടിയായിരുന്നു. അപ്പൊ എനിക്ക് വീട് കിട്ടിയ നല്ലൊരു അവസരം. ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് കിട്ടിയ അവസരം. അങ്ങനെ ഞാൻ ആ 3 ദിവസവും ഞാനവിടെ അവരുടെ സ്പിരിച്വൽ ഫാദർ എന്ന നിലയിലാണ് എന്നെ ക്ഷണിച്ചത്, ഞാൻ അവിടെ ഉള്ളത്. പക്ഷെ എന്നാൽ മദറുമായിട്ട് ഈ 3 ദിവസവും അനേക മണിക്കൂറുകൾ പിന്നെ പല കാര്യങ്ങളും മദറിന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുവാൻ എനിക്കിടയായി. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്നാണ് ഒരു കാര്യം എനിക്ക് ബോധ്യമായത്. പല കാര്യങ്ങളും എനിക്ക് ബോധ്യമായിരുന്നാലും ഒരു പ്രത്യേക കാര്യം എനിക്ക് ബോധ്യമായത്, ദൈവവിളി എന്ന് പറഞ്ഞാൽ അച്ഛനാകുവാനോ കന്യാസ്ത്രീയാകുവാനുള്ള വിളി മാത്രമല്ല. അതും വിളിയ, എന്നാൽ അത് മാത്രമല്ല, അത് ഒരിക്കലായിട്ടുള്ള ഒരു വിളിയുമല്ല ദൈവത്തിന്റെ വിളി. ദൈവവിളി ഈ ദൈവവിളി എന്നുള്ള ടെക്നിക്കൽ ടേംസ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് വൊക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ ഞങ്ങൾ പറയും, അല്ലെങ്കിൽ ദൈവവിളി എന്ന് പറയും. ഇപ്പൊ ഞാൻ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു കാലഘട്ടത്തിൽ. അതായത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വെക്കേഷൻ ടൈമിൽ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് പിന്നെ പോയി അവിടെ ക്യാമ്പുകൾ നടത്തി, ഇങ്ങനെ ഒരു ജീവിത രീതി ഉണ്ട്, സന്യാസ ജീവിതം ഇങ്ങനെ ഒന്നുണ്ട്, അതിലിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഈ കൗമാരപ്രായത്തിലുള്ള യുവാക്കന്മാരോടും യുവതികളോടും ഈ ക്യാമ്പിലൊക്കെ പോയി ഇങ്ങനെ പറയുക. അതുപോലെ അവര് 10ാം ക്ലാസ് കഴിഞ്ഞാൽ 12ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ജീവിത ജോലി തെരഞ്ഞെടുക്കുമല്ലോ. ആ കൂട്ടത്തിൽ ഇതൊന്ന് പരിഗണിക്കുക. ഇങ്ങനെ ഒരു വിളിയുണ്ട്, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനുള്ള ഒരു വിളി.
അത് സന്യാസ ഭവനത്തിൽ പോയി സന്യാസിയായിട്ട് ആൺകുട്ടികൾക്കാണെങ്കിൽ ആശ്രമത്തില്, അല്ലെങ്കിൽ സെമിനാരിയില്, പെൺകുട്ടികൾക്കാണെങ്കിൽ കോൺവെന്റില്, അങ്ങനെ പോയി കർത്താവിന്റെ വേല ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ച് ഒക്കെ അവതരിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒന്നാണ് ഈ വൊക്കേഷൻ ക്യാമ്പുകൾ മറ്റുമാറ്റി. അത് ചുമതല എനിക്കുണ്ടായിരുന്നു ആശ്രമത്തിലായിരുന്നത്. അപ്പൊ അതുകൊണ്ട് വൊക്കേഷനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് അതാണ് സ്ട്രൈക്ക് ചെയ്തത്. മതമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവവിളി എന്നുള്ളത് ഒരിക്കലായിട്ടുള്ള ഒന്നല്ല. അത് അച്ഛനാകാനോ കന്യാസ്ത്രീയാകാനോ ഉള്ള വിളി മാത്രവുമല്ല. ദൈവം കാലാകാലങ്ങളിലായി തന്റെ മക്കളെ വിളിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ സ്വരത്തിന് കാത് കൂർപ്പിച്ച് ദൈവഹിതം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെയും നാം ദൈവവിളി ഏറ്റെടുക്കുന്നു. അതാണ് നമ്മുടെ വിളി, ദൈവത്തിന്റെ വിളി. അത് നമ്മൾ ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു ബോധ്യം, ഒരു പുതിയ അറിവ് എനിക്കന്നുണ്ടായി. കാരണം മദർ തെരേസ പിന്നെ അവര് യൂറോപ്പിൽ നിന്ന്, അവരുടെ രാജ്യത്ത് നിന്ന് പിന്നെ ഇവിടെ ഇന്ത്യയിലേക്ക് വന്നത് ഒരു മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയാണ്. മിഷണറി ആയിട്ടാണ് അവർ ചെറുപ്പം മുതലേ ഇന്ത്യയിലെ പാവങ്ങളെ കുറിച്ചും അവിടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ കേട്ട് അങ്ങനെ ഇന്ത്യയിൽ വരാനുള്ള ആഗ്രഹം ജനിച്ചു. അങ്ങനെ അവരുടെ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഒരു കോൺഗ്രിഗേഷന്റെ പിന്നെ അംഗമായിട്ട് കാലത്തും പാലം വരെ നീണ്ടു കിടക്കുന്ന വെള്ളക്കുപ്പായമൊക്കെ അണിഞ്ഞ ഒരു കന്യാസ്ത്രീയായിട്ട് ഇവിടെ പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെ കൽക്കട്ടയിൽ അങ്ങനെ എത്തിയവർക്ക് അവര് ലൊറേറ്റോ കോൺഗ്രിഗേഷനിലാണ് അവരായിരുന്നത്. അവരെത്തിയ അവര് അവിടെ വന്നിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് അവരുടെ കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടാണ് അവർക്ക് ചുമതല കിട്ടിയത്. പക്ഷെ അവിടെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടായില്ല. അങ്ങനെ അവരുടെ ഹൃദയം മുഴുവൻ അങ്ങ് തെരുവില് അശരണരായി, ആരും പോലും ഇല്ലാതെ പട്ടികളെ പോലെ തെരുവിൽ കിടന്ന് മരിക്കുന്ന ആളുകളെയും അങ്ങനെയൊക്കെ ഉള്ളവർ ശുശ്രൂഷിക്കാൻ വേണ്ടി അവരുടെ ഹൃദയം വാഞ്ചിച്ച് കൊതിച്ച്, പക്ഷെ അതിനുവേണ്ടി പല പ്രാവശ്യം സുപ്പീരിയേഴ്സിനോട് അനുവാദം ചോദിച്ചു. അവരാരും അതിന് സമ്മതിച്ചില്ല. അത് നമ്മുടെ വിളി അതല്ല, പിന്നെ അങ്ങനെ അത് ഓരോരുത്തർക്കും ഓരോ വിളിയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ സമ്മതിക്കാതെ വർഷങ്ങൾ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാല് അവസാനം അവർ തീരുമാനിച്ചു, ഞാൻ ഈ കോൺഗ്രിഗേഷൻ വിടുകയാണ്, ഞാൻ ഈ സന്യാസ സമൂഹം വിടുകയാണ്, ഞാൻ ഈ കുപ്പായം ഊരി വെക്കുക, ഞാൻ തെരുവിലേക്ക് ഇറങ്ങുക, ഞാൻ സാധാരണ സ്ത്രീകളെ, കൽക്കട്ടയിലെ സ്ത്രീകളെ കൊടുക്കുന്ന സാരി കൊടുത്ത ഞാൻ അവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പോവാ. അങ്ങനെ തീരുമാനമെടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞത് സുപ്പീരിയേഴ്സിന്റെ പിന്നെ മെത്രാന്മാരുടെ, അച്ഛന്മാരുടെ, അല്ലെങ്കിൽ ഗവൺമെന്റിലെ അധികാരികളുടെ അനുവാദമോ സമൂഹത്ത് കിട്ടിയിട്ടല്ല. കാരണം അവർക്ക് അത് കിട്ടുന്നില്ല. അതുകൊണ്ട് അവരങ്ങ് നിർബന്ധമായിട്ടും പിന്നെ ദൈവം അതിനുവേണ്ടി വിളിക്കുന്നത് തന്റെ തെരുവിലേക്കുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങി. ആ ശുശ്രൂഷ പിന്നീട് വളർന്ന് വലുതായി അത് ഇന്ന് ലോകം അറിയപ്പെടുന്ന നിലകളിലൊക്കെ എത്തി. ലോക സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസും 1979 അതിന്റെ പേരിൽ അവർക്ക് ലഭിച്ചു. അപ്പോൾ അതിനെ അവർ ഓണർ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർക്ക് ഇവിടെ വന്നിരിക്കുന്നത്, ഹൈദരാബാദില്. അപ്പോ അങ്ങനെ ഉള്ളപ്പോ എന്റെ ഹൃദയത്തിലേക്ക് വന്ന ചിന്ത, ദൈവവിളി അങ്ങനെയാണെങ്കിൽ ഒരിക്കലായിട്ടുള്ളതല്ല. റേറ്റോ കോൺഗ്രിഗേഷനിലെ കന്യാസ്ത്രീയാകാനായിട്ട് കുപ്പായം ഇട്ട് നടന്ന അതിന്ന് മാറി അവരിപ്പോ തെരുവിലേക്ക് ഇറങ്ങി. അവര് ഇങ്ങനെ അവര് വിജയകരമായ ഒരു ശുശ്രൂഷ ചെയ്യുന്നു എന്ന് കണ്ടപ്പോ, അപ്പൊ ദൈവം തന്റെ മക്കളെ കാലാകാലങ്ങളിലായി വിളിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ ഹിതത്തിന് നമ്മളെ കാത് കൂർപ്പിച്ച ദൈവത്തിന്റെ ശബ്ദം കേട്ട് നമ്മൾ സമർപ്പിക്കുമ്പോഴൊക്കെയും ദൈവവിളി ഏറ്റെടുക്കുകയാണെന്ന ചിന്ത എന്റെ മനസ്സിലേക്ക് അങ്ങനെ അങ്കുരിച്ചു. അങ്ങനെ ആ ചിന്ത വന്നിട്ട് ഞാൻ ദൈവത്തോട് സമർപ്പണം ചെയ്തു. അച്ഛനാണ്, സന്യാസിയാണ്, വ്രതവാഗ്ദാനം ചെയ്ത് സന്യാസ ജീവിതം നയിക്കുന്ന ഒരു സന്യാസ വൈദികനാണ്. എന്നിട്ടും ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഒരു സമർപ്പണം, വീണ്ടും ഒരു സമർപ്പണം ചെയ്തു. ദൈവമേ, എനിക്ക് അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറ്റിയാൽ മതി. അവിടുന്ന് തന്നെ എങ്ങോട്ട് അയച്ചാലും ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറാണ്. എന്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും ഞാൻ അത് ചെയ്തു കൊള്ളാം. എനിക്ക് അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറ്റിയാൽ മതി എന്ന് അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവും പകലും എന്റെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥനയുണ്ട്. ഊണിലും ഉറക്കത്തിലുമെല്ലാം ഈ പ്രാർത്ഥനയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മറ്റനേക പ്രാർത്ഥനകൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇവിടെ
ഒരു പേഴ്സണൽ ക്രെയിം, ദൈവവുമായിട്ടൊരു ഒരു സമർപ്പണവും അതുപോലെ അങ്ങനെ നയിക്കാനായിട്ട് ആവശ്യപ്പെടുക. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഞാനാണ് ദൈവത്തോട് ചോദിച്ചത്, എന്തുകൊണ്ട് പത്രോസിന് ദർശനം കൊടുത്ത, കൊർന്നേലിയസിന് ദർശനം കൊടുത്ത, പത്രോസിനെ കൊർന്നേലിയസിന്റെ വീട്ടിൽ വിട്ടതുപോലെ എന്ന് നീ ദർശനം നൽകി കൊണ്ടു നടക്കുന്നില്ല? എന്തുകൊണ്ട് ഫിലിപ്പോസിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ട് വലിയ ശുശ്രൂഷ ഉണ്ടായിരുന്ന ആള് അതെല്ലാം വിട്ടിട്ട് ആരുമില്ലാത്ത ഒരിടത്ത് വിജന സ്ഥലത്ത് പോയി നിന്നു? എന്തുകൊണ്ട് എന്നെ അതുപോലെ നടത്തുന്നില്ല? എന്തുകൊണ്ട് പൗലോസിന് നീ സ്വപ്നത്തിലൂടെ ഇടപെട്ടിട്ട് ഏഷ്യ മൈനറിൽ പോകുന്നതിന് പകരം മാസഡോണിയയിലേക്ക് പോകാൻ എന്തുകൊണ്ട് നീ അങ്ങനെ നയിച്ചല്ലോ? എന്നിട്ട് എന്തുകൊണ്ട് നീ അതുപോലെയൊക്കെ എന്നെ നയിക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് 1992 നവംബർ ഡിസംബർ മാസങ്ങളില് പെന്തക്കോസ്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എൻ്റെ ഒരു കസിനെയും കുടുംബത്തെയും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരിലൂടെ അവരെ എങ്ങനെയാണ് കൈക്ക് പിടിച്ച് വഴ നടത്തിയത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസിനെ കൊർന്നേലിയസിന്റെ വീട്ടിൽ വിടാനോ അല്ലെങ്കിൽ ഫിലിപ്പോസിനെ യൂനക്കിനെ സ്നാനപ്പെടുത്താൻ വേണ്ടി വിടാൻ അയച്ചതുപോലെയോ അല്ലെങ്കിൽ പൗലോസിനെ ഏഷ്യ മൈനറിൽ പോകാതെ മാസിഡോണിയയിലേക്ക് അയച്ചതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം അങ്ങനെ ചെയ്ത ഒരു ദൈവമല്ല എന്നുള്ളത്. ആ ദൈവം തന്നെയാണ്. അവൻ എന്നും ഒരു മാറാത്തവനാണ്. ആ ദൈവം ഇന്നുകൊണ്ട് ആ ദൈവമാണ് നിന്റെ കുടുംബത്തില് ഇപ്പൊ നിനക്ക് കേൾപ്പിച്ചു തന്ന ഈ സാക്ഷ്യങ്ങള്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സാക്ഷ്യങ്ങളെയാണ് ഞാനിവിടെ റെഫർ ചെയ്യുന്നത്. അതായത് അതിനെ കുറിച്ച് വിവരിക്കുന്നില്ലല്ലോ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവിടെ ചെയ്തു, അത്ഭുത രോഗസൗഖ്യം നൽകി, ദർശനം നൽകി, പ്രവചന ദൂതുകൾ നൽകി. ഇതെല്ലാം ഓരോന്ന് അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുടുംബത്തില് നടന്നത് അവരിനോട് വിവരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസിനോട് മാത്രമല്ല, ഫിലിപ്പോസിനോട് മാത്രമല്ല, പൗലോസിനോട് മാത്രമല്ല, ഇന്നും ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന തന്റെ മക്കളുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് കൈക്ക് പിടിച്ച് വഴി നടത്തുന്നത് എങ്ങനെയെന്ന് നിന്റെ കുടുംബത്തിലൂടെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്ന സ്ഥിതിക്ക് നീ എന്റെ വചനവും എടുത്ത് എന്റെ സാക്ഷിയായി തെരുവിലേക്ക്. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ കത്തോലിക്കരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പറയൂ, ഞാൻ ഇറങ്ങണമോ വേണ്ടേ? അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ചഞ്ചലപ്പെട്ട ഇത് ശരിയാണോ? ഈ മാർഗം ശരിയാണോ? ഇവർ പറയുന്നത് ശരിയാണോ? ഞങ്ങൾ പോകുന്ന പള്ളി ശരിയല്ലേ? ആ വിശ്വാസം ശരിയല്ലേ? ഇതാണോ ഇവർ പറയുന്നതാണോ ശരി എന്ന് പറഞ്ഞ് ആകുലപ്പെട്ട് ചഞ്ചലപ്പെട്ട് സംശയവുമായി നടക്കുന്ന ആ പ്രിയപ്പെട്ടവരോടാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തെ 14 വർഷമായിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗത്തിൽ കിടക്കുക എന്ന് ദൈവം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ദൈവമേ നിന്റെ ഇഷ്ടത്തിനായി ഞാൻ സമർപ്പിക്കുന്നു, നീ എങ്ങോട്ടയച്ചാലും അങ്ങോട്ട് പോകാം, എന്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും അത് ചെയ്യാം, അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറ്റിയാൽ മതിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് രാവും പകലും ഊണിലും ഉറക്കത്തിലും അത് തന്നെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ എന്തുകൊണ്ട് പത്രോസിന് നിന്നെ നടത്തിയതുപോലെ, പൗലോസിനെ നടത്തിയതുപോലെ, ഫിലിപ്പോസിനെ നടത്തിയതുപോലെ നടത്തുന്നില്ല? മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഞങ്ങൾ കണ്ടതുപോലെ, വായിക്കുന്നത് പോലെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് കൂടെ ഇരുന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചതുപോലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ട് ഉറപ്പിക്കുന്നില്ല എന്നൊക്കെ ഞാൻ ചോദിച്ചു കൊണ്ടിരുന്നതിന്റെ ഉത്തരം എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് നൽകി കഴിഞ്ഞിട്ട് കർത്താവിനോട് ചോദിക്കുക, നീ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ നൽകി കഴിഞ്ഞ സ്ഥിതിക്ക് നീ എന്റെ വചനവുമെടുത്ത് എന്റെ സാക്ഷിയായി തെരുവിലേക്ക് ഇറങ്ങും. എന്നെ ശ്രമിക്കുന്ന ഈ മറ്റ് ഇതര സമൂഹത്തിലുള്ളവരോട് ഞാൻ ചോദിക്കുക, ഞാൻ ഇറങ്ങണമോ വേണ്ടയോ? എങ്ങോട്ടയച്ചാലും അങ്ങോട്ട് പോവാം, എന്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും അറിയാം,
അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറ്റിയാൽ മതിയെന്ന് ഒരിടത്ത് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വശത്ത് കർത്താവ് പറയുന്നത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനവനും അല്ല, സ്വർഗസ്ഥനായിട്ട് അവന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുക. ഇപ്പൊ ഞാൻ നിന്നോട് പറയുന്നത്, എന്റെ വചനവും എടുത്ത് നീ തെരുവിലേക്ക് ഇറങ്ങും. ഞാൻ ഇറങ്ങണമോ വേണ്ടയോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇറങ്ങുകയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമായിരുന്നില്ല, പക്ഷെ എനിക്കിറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഞാൻ ആയിരിക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സാക്ഷ്യത്തില് അതൊക്കെ വിവരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഞാൻ കാത്തലിക് മീഡിയയിലെ, കത്തോലിക്ക സഭയുടെ മീഡിയയില്, ആ റോമുമായിട്ടുള്ള ബന്ധത്തില്, വാറ്റിക്കൻ റേഡിയോയുമായിട്ടുള്ള ബന്ധത്തില്, റേഡിയോ വേരിറ്റാസ്, ഫിലിപ്പീൻസിലെ റേഡിയോ വേരിറ്റാസുമായിട്ടുള്ള ബന്ധത്തില്, സൗത്ത് ഏഷ്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ, ഇന്റർനാഷണൽ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് കാത്തലിക് ന്യൂസ് ഏജൻസീസിന്റെ ഗവേണിംഗ് ബോഡിയിൽ അംഗമെന്ന നിലയിൽ, സൗത്ത് ഏഷ്യൻ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ ഗവേണിംഗ് ബോഡിയിലുള്ള നിലയിൽ, ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ നാഷണൽ സെക്രട്ടറി എന്ന നിലയിൽ, സ്റ്റാർ ന്യൂസിന്റെ ഡയറക്ടർ എന്ന നിലയിൽ, എഡിറ്റേഴ്സ് എന്ന ഓർഗനൈസേഷന്റെ ഡയറക്ടർ എന്ന, ഇങ്ങനെയൊക്കെ ലോകം മുഴുവൻ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക്, അനേകം ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക്, ഇതെല്ലാം പൊടുന്നനെ ഇട്ട് വചനം കൊടുത്ത് ഇറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല. ഇറങ്ങില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ ഇറങ്ങാം, പക്ഷെ എനിക്ക് കുറച്ച് സാവകാശം തരണം. ഇത്രയും ഉത്തരവാദിത്വങ്ങൾ എന്റെ മേലുണ്ട്. അത് മാത്രമല്ല, 8 യൂറോപ്യൻ, മധ്യപൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങൾ, ഹംഗറിയും ക്രൊയേഷ്യയും അൽബേനിയയും മറ്റും, അവർ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സ്ഥിതിക്ക് ഈ രാജ്യങ്ങൾക്ക് സന്ദർശിക്കാൻ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് കാത്തലിക് ന്യൂസ് ഏജൻസിയെ, അതിന്റെ ഗവേണിംഗ് ബോഡി അവർ ക്ഷണിച്ചിരിക്കുക ഈ രാജ്യങ്ങൾ സന്ദർശിക്കാൻ. ഏഷ്യയിൽ നിന്ന് ഞാൻ പോയേ പറ്റൂ. ഞാനൊരു മെമ്പറാണ്, എനിക്ക് പോകണം. അതിനെല്ലാം എല്ലാ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ അന്നത്തെ കാലത്ത് അത് ടാക്സ് ചെയ്ത് കഴിച്ചു വന്നു. ഏത് പ്രോഗ്രാം, ഏത് രാജ്യത്ത്, ഏത് സമയത്ത്, ഏത് മീറ്റിംഗ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുക. അത് മെയ് മാസത്തിലാണ്. അപ്പോൾ അവിടെ എനിക്ക് പോകണം. ഏപ്രിൽ മാസം എനിക്ക് സ്വിറ്റ്സർലൻഡിൽ കൗൺസിൽ മീറ്റിംഗ് ഉണ്ട്. ആ കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കണം. ഇതൊക്കെ ഇങ്ങനെ എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക. ഇതിപ്പോ ഡിസംബറേ ആയുള്ളൂ, 4-5 മാസം കൂടിയുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് കർത്താവിൽ ഞാൻ ഇറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ ബോംബെയിലായിരുന്നു എൻ്റെ ഓഫീസ്, ബോംബെയിലായിരുന്നു എൻ്റെ ആശ്രമവും, അതുപോലെ തന്നെ എൻ്റെ ഓഫീസുമെല്ലാം അവിടെ. ഞാൻ എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് മടങ്ങിപ്പോയി. എൻ്റെ കസിന്റെ വീട്ടില് ആ എൻകൗണ്ടറും കഴിഞ്ഞ്, ദൈവമായിട്ടുള്ള ഈ എൻകൗണ്ടറും കഴിഞ്ഞ്, ഞാൻ ഇങ്ങനെ ഒരു അവധി ചോദിച്ചിട്ട് ഞാൻ ബോംബെയിലേക്ക് മടങ്ങിപ്പോയിട്ട് എനിക്ക് സ്വസ്ഥതയില്ല. രാവും പകലും എനിക്ക് സ്വസ്ഥത തരാതെ ദൈവം എന്നെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ ശ്വാസം മുട്ടിച്ചു. എനിക്കൊരു നിമിഷം ഇനി അവിടെ നോക്കാൻ പറ്റില്ല. ഞാൻ ഇറങ്ങിയേ മതിയാവും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഈ കണക്കുകളെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്ത് ഏൽപ്പിക്കാനുള്ള അവകാശം എന്താണ്? അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നീ തീരുമാനമെടുക്കാം, ബാക്കി കാര്യം ഞാൻ ഏറ്റു. നമ്മുടെ തീരുമാനത്തിന്മേലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ചഞ്ചലപ്പെട്ട് നിൽക്കുമ്പോൾ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ദൈവം നമ്മൾ നോക്കുന്നത്. ഞാൻ അതിന് ചഞ്ചലപ്പെട്ട് നിൽക്കുന്ന ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. നീ തീരുമാനമെടുക്കുക, കണ്ണുമടച്ച് കർത്താവിൽ ചെന്നപ്പെടാം, കർത്താവിൽ ആശ്രയിക്കാൻ. കർത്താവ് നടത്തും. നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആരെങ്കിലും ഇനി അവരുടെ ആയിരിക്കുന്ന പള്ളി വിട്ട്, ആ വിശ്വാസം വിട്ട്, അവരെ യഥാർത്ഥ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, വെള്ളത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ഈ നിമിഷത്തിൽ നടന്ന സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടി ഒരുങ്ങുവാൻ, കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ, ആരെയെങ്കിലും മക്കളുടെ വിവാഹമോ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഒരു തടസ്സമായിട്ട് നോക്കുന്നതല്ല, അല്ലെങ്കിൽ അല്ല ഇനി അവര് മക്കളുമായിട്ടൊക്കെ വിശ്വാസത്തിലേക്ക് കടന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം എങ്ങനെ നടക്കും? ഇവിടെ കത്തോലിക്ക സഭയിലായിരുന്നാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട് അവിടെ അംഗങ്ങളായി കത്തോലിക്ക സഭയില്. അവരുടെ പെമ്മക്കളുടെ, പ്രത്യേകിച്ച് പെമ്മക്കളുടെ വിവാഹത്തിന് ചെറുക്കന്മാർ ഇഷ്ടംപോലെ അവിടുന്ന് കിട്ടും. പക്ഷെ പെന്തക്കോസ്തിലേക്ക് പോയാൽ എത്ര പേരെ കിട്ടും? എത്ര പേരുണ്ട് പെന്തക്കോസ്തില്? അതുകൊണ്ട് അധികം ഓപ്ഷൻസ് ഇല്ലല്ലോ, അധികം തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ അധികം ഇല്ലല്ലോ എന്നൊക്കെ ചഞ്ചലപ്പെട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ തീരുമാനമെടുക്ക, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് അങ്ങനെയാണ് ഇടപെട്ടത്. നീ തീരുമാനമെടുക്ക, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാൻ കർമ്മി കർത്താവ് എങ്ങനെയാണെങ്കിൽ ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ ഇറങ്ങാം. കർത്താവ് വെറും 19 ദിവസം വേണ്ട, ആഴ്ചകളും മാസങ്ങളും ഞാൻ ചെയ്താലും തീരാത്ത ജോലികളാണ്. അതെല്ലാം അത്ഭുതകരമായി എനിക്ക് വേണ്ടി ചെയ്തു തീർത്തു. ഞാൻ അതിന്റെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടി, കണക്കുകളെല്ലാം ഓഡിറ്റ് ചെയ്തു, അതെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ കുറെ ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് ലീവ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വിട്ടിറങ്ങുകയായിരുന്നു. അവരോടൊന്നും പറഞ്ഞില്ല, ബാക്കിയൊന്നും പറഞ്ഞില്ല, അങ്ങനെ വിട്ട് ഞാൻ ഇറങ്ങുകയായിരുന്നു. അങ്ങനെ 1993 ഫെബ്രുവരി മാസം 21-ാം തീയതി ഞാൻ എവിടെ പോകും? അതാണ് വേറൊരു ജോലി, ഇടയ്ക്കുണ്ട്, അത് സംഭവിച്ചു. അപ്പോ അതിന് മുമ്പ് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞാൻ ഇറങ്ങാം, പക്ഷെ എവിടെ പോയി അന്തി ഉറങ്ങും? എന്തെടുത്ത് ഞാൻ ഭക്ഷിക്കും? കാരണം ആശ്രമത്തിലെ ഭക്ഷണത്തിന് ഒരു പ്രശ്നമില്ല, വസ്ത്രത്തിന് ഒരു പ്രശ്നമില്ല, താമസത്തിന് ഒരു പ്രശ്നവും ഒരല്ലലുമില്ല, അരട്ടലുമില്ല. കൃത്യ സമയത്ത് എല്ലാം റെഡി. പക്ഷെ ഒരു ദാരിദ്ര്യവ്രതം, 3 വ്രതങ്ങൾ ഞങ്ങൾ എടുക്കും ആശ്രമ ജീവിതത്തില്: ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. അപ്പോൾ ഈ ദാരിദ്ര്യം വ്രതം എടുക്കുന്നത് കൊണ്ട് ഒരു പൈസ പോലും സ്വന്തമായിട്ട് ഞങ്ങൾക്ക് സേവിങ് പാടില്ല. എത്ര വരുമാനം ഉണ്ടെങ്കിലും ഞങ്ങളിലൂടെ, ഞങ്ങൾ ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിലെ ഡയറക്ടറോ എന്നൊക്കെ ആയിരുന്നു കിട്ടുന്ന അതെല്ലാം ആശ്രമത്തിലേക്കാണ് കൊടുക്കേണ്ടത്. അത് ഞങ്ങളുടെ എല്ലാം പൊതു സ്വത്താണ്. ആർക്ക് എന്ത് കിട്ടിയാലും അത് പൊതു സ്വത്താണ്. എന്നിട്ട് അതിൽ നിന്ന് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ ആശ്രമ ജീവിതത്തിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. പക്ഷെ ഒന്നിനും അലട്ടിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പൈസ പോലും സ്വന്തമായിട്ട് നമുക്ക് സേവിങ്ങോ അങ്ങനെയൊന്നും പാടില്ല. ഇപ്പൊ ഞാനിതെല്ലാം ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിതെല്ലാം വിട്ടിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാൻ ആരോടും ചോദിക്കുന്നില്ല, അനുവാദം ചോദിക്കുന്നില്ല, ആരോട് ചോദിക്കാൻ ഞാൻ രഹസ്യമായിട്ട് ഇങ്ങനെ ഇറങ്ങാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ദിവസത്തെ ലീവ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ എവിടെ പോയി അന്തി ഉറങ്ങും? തെരുവിലേക്ക് ഇറങ്ങാനാ കർത്താവ് പറഞ്ഞത്. അതിനുവേണ്ടി തെരുവിലേക്ക് പോകുവാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ എവിടെ പോയി അന്തി ഉറങ്ങും? ഞാൻ എന്തെടുത്ത് ഭക്ഷിക്കും? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചോദിച്ച എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് വചനം നൽകിയത് എല്ലാം വചനത്തിലൂടെയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം: കുറുനരികൾക്ക് കുഴികളുണ്ട്, ആകാശത്തിലെ പറമ്പുകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ഇതാ കർത്താവ് എനിക്ക് തന്ന വചനം. ആ വചനം ഒരു വെല്ലുവിളിയാണ്, ഒരു ചലഞ്ച് എന്റെ മുമ്പിൽ വെച്ചതാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ആകാശത്തിലെ പറവകളെ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കാപ്പുരകൾ ശേഖരിച്ചു വെക്കുന്നുമില്ല, എങ്കിൽ സ്വർഗത്തിനായ പിതാവ് എത്ര ഭംഗിയായിട്ട് അവർ തീറ്റിപ്പോരുന്നത്. ആ വയലിലെ പുഷ്പങ്ങളെ നോക്ക്, ഒരു ദിവസത്തെ മാത്രം ആയിട്ടുള്ള പുഷ്പം എത്ര മനോഹരമായിട്ടാണ് ദൈവം അതിനെ അലങ്കരിച്ച്. മഞ്ഞ, പച്ച, ചുവപ്പ്, പിങ്ക്, വയലറ്റ്, ബ്ലൂ, ഏതെല്ലാം നിറങ്ങളില വയലിലെ പുഷ്പങ്ങളെ ദൈവം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഒരു ദിവസത്തെ മാത്രം ആയിട്ടുള്ള അതിലെപ്പോഴും ഇത്ര മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ദൈവം. സലോമോൻ രാജാവ് പോലും തന്റെ പ്രൗഢിയിൽ ഇത്രയും മനോഹരമായി അലങ്കരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഈ ഒരു ദിവസത്തെ ആയിട്ടുള്ള പുല്ലിനെ ഇത്ര മനോഹരമായി അലങ്കരിക്കുന്ന ദൈവം നിന്റെ വസ്ത്രത്തെ കുറിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഉറപ്പല്ല എനിക്ക് തന്നത്. അത് തന്ന ഉറപ്പല്ല. ഞാൻ എവിടെ പോയി അന്തി ഉറങ്ങും, എന്തെടുത്ത് ഭക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോൾ
ആ വചനമായി തന്നിരുന്നെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടായത്. ഇതല്ല, ചലഞ്ചാണ്. സർവത്തിന്റെയും സൃഷ്ടാവായ ഞാൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഞാൻ, മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു ശിശുവായി ഭൂമിയിൽ വന്ന് പിറക്കുവാൻ എനിക്കൊരിടം കിട്ടിയില്ല. സ്വന്തമായിട്ട് വാഹനമില്ല. അന്യന്റെ കൈവപ്പത്താണ് എനിക്ക് ജെറുസലേമിലേക്ക് കടക്കേണ്ടി വന്നത്. മറ്റൊരുവന്റെ വള്ളത്തിലിരുന്നു കൊണ്ടാണ് എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നത്. വേറൊരുവൻ എന്റെ കല്ലറയിലായി ഭൂമിയിൽ കിടന്ന് മരിക്കുവാൻ പോലും അവസരം ഉണ്ടായില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആ പച്ച മരക്കൂസിൽ ശാപഗ്രസ്തനെ പോലെ നഗ്നനായി, അപമാനിതനായി, നിന്ദിതനായി മരിക്കുന്നു. എനിക്ക് അടക്കുവാൻ, ആ ഡെഡ് ബോഡിയെ അടക്കുവാൻ പോലും ഒരിടം ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് കല്ലറയില്ല, അന്യന്റെ ഒരു കല്ലറയിൽ അടക്കപ്പെട്ടു. പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ ഞാൻ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ ഇതായിരുന്നു എന്റെ അവസ്ഥ. എന്നിട്ട് എന്നോടാണോ നീ ചോദിക്കുന്നത് എവിടെ പോയി അന്തി പറഞ്ഞു എന്റെ അടുത്ത് ഭക്ഷിക്കുമെന്നു? This is the challenge. The foxes are howling, the birds of the air have been, but some of men have nowhere to lay his head. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഇനി പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും സാരമില്ല, കടത്തിന്റെ കളിൽ പോയി ഉറങ്ങേണ്ടി വന്നാലും സാരമില്ല, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടും. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, 28 വർഷം കഴിഞ്ഞു ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട്, 28 വർഷം കഴിഞ്ഞു ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇതുപോലെ ഒരു നാളും എന്റെ പട്ടണത്തിൽ കിട്ടിയിട്ടില്ല. ഒരു നാളും എന്റെ കടത്തണ്ടകളിൽ ഉറക്കിയിട്ടില്ല. എന്റെ ദൈവം മാനിച്ച് സ്വന്തമായിട്ട് ഈ അമേരിക്കയിൽ ഒരു വീട് തന്നു, വാഹനം തന്നു. ഇവിടെ ദൈവം അത്ഭുതകരമായി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ആ കാഴ്ചകളൊക്കെ ഞാൻ പിന്നെ വിവരിക്കാൻ എങ്ങനെയാ ദൈവം നടത്തിയതെന്ന് 28 വർഷവും. അതുകൊണ്ട് ചഞ്ചലപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, തീരുമാനമെടുക്കുക, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ നിങ്ങളെ ഫലമേൽപ്പിക്കുക. നിങ്ങളുടെ മക്കളുടെ വിഷയം, നിങ്ങളുടെ ഭവനത്തിന്റെ വിഷയം, നിങ്ങളുടെ ജോലിയുടെ വിഷയം, നിങ്ങളുടെ സകലത്തെ കർത്താവിൽ ഫലമേൽപ്പിക്കുക. കർത്താവ് നോക്കിക്കൊള്ളു. അതിനേക്കാളെല്ലാം ഉപരിയായി ഇത് ഭൗതികമായതൊക്കെയാണ്. ഇതെല്ലാം അഴിഞ്ഞു പോകും. എന്നാൽ നിത്യമായിട്ടുള്ള കണ്ടിട്ടില്ല, നമ്മുടെ ഹൃദയത്തിൽ ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലും ഇല്ലാത്തത് നമുക്ക് വേണ്ടി നിത്യതയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവം, ഈ ഭൂമിയിലുള്ളതിനൊക്കെ അപ്പുറത്ത് നമുക്ക് അതിന് വേണ്ടി കുഴിച്ചിരിക്കുന്ന ദൈവം നല്ല സമൃദ്ധിയായി തന്റെ പുത്രനെ തന്നെ നമുക്ക് നൽകുവാൻ കഴിഞ്ഞവൻ. നമ്മളുടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ, മക്കളുടെ വിഷയങ്ങളായാലും, ജോലിയുടെ വിഷയമായാലും, വീടിന്റെ വിഷയമായാലും എല്ലാം ദൈവം നോക്കാൻ പ്രാപ്തനല്ലേ? തീരുമാനം. ദൈവം നമ്മുടെ തീരുമാനത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ തീരുമാനമെടുത്തു. ദൈവം അത്ഭുതകരമായ 3 ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി, ജോലിയിലെ കാര്യങ്ങൾ, കണക്കുകളും മറ്റും എല്ലാം ചെയ്ത് സെറ്റിൽ ചെയ്തു. ഞാൻ തെരുവിലേക്ക് ഇറങ്ങി. ഇനി എവിടെയാ പോകേണ്ടത്? പോകാൻ ഒരിടമുണ്ട്. എന്റെ ആക്കത്തിനും കുടുംബവും വിശ്വാസത്തിൽ വന്നവർ, അവരെനിക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ഞാൻ അവരുടെ പിന്നാലെ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതുപോലെ ഞാൻ അവരുടെ പിന്നാലെ അവരെ കത്തോലിക്ക സഭയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ തുടങ്ങിയ നാള് മുതൽ അവരെനിക്ക് വേണ്ടി ഉപസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ ദൈവം രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ സേബാനോസിനെ കല്ലെറിഞ്ഞു വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ആ യുവാവ് ഒരു യുവാവായിരുന്നു. അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ ഈ കല്ലെറിയുന്നവരുടെ വസ്ത്രങ്ങൾ അവർ വെച്ചിട്ട് അവർ കല്ലെറിയാൻ പോയത്. അന്ന് സേബാനോസ് പ്രാർത്ഥിച്ച, കർത്താവ് ഇവർ ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് കാൽവരിയെ കുറിച്ച് കണ്ട് പ്രാർത്ഥിച്ചതുപോലെ സേബാനോസ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കേട്ട ദൈവം ഹല്ലേലൂയ അവിടെ ഇതിനൊക്കെ
അവരൊക്കെ സാക്ഷിയായിട്ട് അവരൊക്കെ ഉത്തേജനം നൽകി ആവേശം പകർന്ന ആ യുവാവായ ആ പൗലോസിന് ശൗലിനെ അവൻ രൂപാന്തരപ്പെടുത്തുവാൻ ആ ഒരുപക്ഷെ ആ സ്റ്റെഫാനോസിന്റെ പ്രാർത്ഥന അവിടെ ദൈവം കേട്ടു എങ്കിൽ ഞാൻ കത്തോലിക്ക സഭയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ എന്റെ ഈ രക്ഷിക്കപ്പെട്ട സഹോദരങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ ഞാൻ ശ്രമിച്ചപ്പോൾ അവർ ഉപവസിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ദൈവം കേൾക്കാതിരിക്കുമോ? എന്റെ കുടുംബത്തിൽ വേറെയും അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്. അവർക്കാർക്കും വേണ്ടിയല്ല അവർ പ്രാർത്ഥിച്ചത്, എനിക്ക് വേണ്ടിയാണ്. കാരണം ഞാൻ അവരുടെ പുറകെ നിന്ന് അവർ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത്. എന്നിട്ട് ആ പ്രാർത്ഥന ദൈവം കേട്ടു. അതിനുവേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അവിടെ ഞാൻ അവരുടെ അടുത്തേക്കാണ് കണ്ടുപോയത്. അവരുടെ അടുത്തേക്ക് കടന്നു ചെന്നു. അവരുടെ ഭവനത്തിൽ ഞാൻ താമസപ്പെട്ടു. അവർ പറഞ്ഞു, അച്ഛൻ ഇനി എന്തായാലും വിട്ടിറങ്ങിപ്പോന്നു, ഇനി അച്ഛൻ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞേ, സ്നാനോ? അയ്യോ, ഞാനൊരു പുരോഗതിയില്ലേ, ഞാൻ അച്ഛനല്ലേ, ഞാൻ സ്നാനപ്പെട്ടതല്ലേ, എത്രയോ പേര് ഞാൻ സ്നാനപ്പെടുത്തിയതാ. നിങ്ങളുടെ തന്നെ കല്യാണം കഴിപ്പിച്ചത് ഞാനാ അവരുടെ കല്യാണം നടത്തിയത് ഞാനാ. അപ്പൊ ഞാനും എന്റെ കൂടെയുള്ള മറ്റേ എന്റെ കസിനച്ഛനും ഞങ്ങൾ രണ്ടുപേരും കൊടുത്തമ്മ. അപ്പൊ അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്ത് ഞാൻ ഇനി സ്നാനപ്പെടാനോ? അവർ പറഞ്ഞു, ഒക്കെ സ്നാനപ്പെടണം. പക്ഷെ അതെനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അത് ഞാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ അവരുടെ പൗരത്തിൽ നിന്നും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ തന്നെ പിന്നെയും എന്നോട് ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു അന്ത്യത്താഴ്ച ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. അവിടെ പത്രോസിന്റെ അടുത്ത് ചെന്നപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, എന്റെ പാദം കഴുകാൻ ഞാൻ നിന്നെ സമ്മതിക്കുകയില്ല, എന്റെ കാല് കഴുകാൻ ഞാൻ നിന്നെ സമ്മതിക്കുകയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനിപ്പോൾ നിന്റെ കാലുകൾ കഴുകുന്നില്ല എങ്കിൽ നിനക്കെന്നോടുകൂടി പങ്കില്ല. ആ വചനം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുക. ആ വചനം എന്നോട് സംസാരിക്കുക. നീ എന്തെല്ലാം വിട്ടുപേക്ഷിച്ചു വന്നു എന്ന് പറഞ്ഞാലും ശരി, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കാത്തിടത്തോളം കാലം നിനക്കെന്നോടുകൂടി പങ്കില്ല. എന്നെ പിടിച്ചുലച്ചു ആ വചനം. സ്നാനവുമായിട്ട് ഒരു ബന്ധമുള്ള വചനമല്ല അത്, കാല് കഴുകുന്നത്. പക്ഷെ ആ വചനത്തിലൂടെ നീ എന്നോട് ഇങ്ങനെ ഇടപെട്ടു. ഞാൻ കർത്താവിനോട് ഒന്ന്, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നല്ല 100 വട്ടം നിനക്ക് വേണ്ടി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുവാൻ ഞാൻ തയ്യാർ. വെള്ളത്തിലല്ല കർത്താവേ, എന്റെ രക്തം ചൊരിഞ്ഞ ആ രക്തത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടാൽ അതിനുപോലെ ഞാൻ തയ്യാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം സ്വീകരിച്ചു. ഈ അടുത്ത നാളുകളിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ചർച്ച് ഓഫ് ഗോഡിന്റെ ഓവർസിയർ ആയിരുന്ന PAB സാം, അദ്ദേഹം എറണാകുളത്ത് മാമംഗലത്തുള്ള ചർച്ച് ഓഫ് ഗോഡിന്റെ അവിടുത്തെ സ്നാന ഫോണ്ടിൽ ആ തൊട്ടിയിൽ എന്നെയും എന്നോടൊപ്പം വേറെ 6 പേരെയും അത് സ്നാനപ്പെടുത്തുവാനിടയായി. 1993 ഫെബ്രുവരി മാസം 21-ാം തീയതി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഇനി അങ്ങോട്ടുള്ള സാക്ഷ്യം ദൈവം അനുവദിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് പങ്കുവയ്ക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ സാക്ഷ്യത്താൽ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങേ വാഴ്ത്തും. അവിടുത്തെ പെണ്ണ് നാമത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും നടത്തുന്ന ഇടങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ പിടിക്കണമെന്ന് അവിടുന്ന് അറിയുന്നു കർത്താവേ. അറിയുന്നില്ല, അവിടുത്തേക്ക് അറിയാം.
ഞങ്ങളുടെ വേദനയിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ ഒക്കെ നടത്തിയാലും അതിലൂടെ എല്ലാം നിരക്ക് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തോട് തീർത്തെടുക്കും. എന്റെ തിരുസഭയിൽ ഞങ്ങൾ സമർപ്പിച്ചാൽ മതി. ഞങ്ങൾ ബലഹീനരാണ് കർത്താവേ, കർത്താവേ, എങ്കിലും അവിടുത്തെ ഉദ്ദേശം ഞങ്ങളിലൂടെ, ഈ ബലഹീനരായി ഞങ്ങളിലൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് വെളിപ്പെടുത്തുമാറാകണമേ. ഉപയോഗിക്കണമേ കർത്താവെ, ഞങ്ങൾ ഉപയോഗിക്കണമേ കർത്താവെ. എനിക്ക് അതിന് മുമ്പ് കർത്താവെ അതിന് പങ്കുവെച്ചുകൊണ്ടിരുന്ന ദേവദാസി കർത്താവെ പറഞ്ഞ അല്ലെങ്കിൽ കർത്താവെ കാശ്മീരിയുടെ അനുഭവം അതിൽ നടന്നു പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കടകളിലോ മറ്റൊക്കെ ഇരുന്നവരെ അവര് എങ്ങി കരയുമായിരുന്നു എന്ന് പറഞ്ഞു. പാവബോധം വന്നിട്ട് കർത്താവെ അടിയനെ ഉപയോഗിക്കണമേ. അല്ലെങ്കിൽ ദൈവവചനം ദാസന്മാരെ ദാസിമാരെ ദൈവദാസന്മാരുടെ കർത്താവിന്റെ വേലക്കാരെ കർത്താവ് ഉപയോഗിക്കണമേ. അന്ത്യകാലത്ത് അല്ലെങ്കിൽ ഞങ്ങൾ എനിക്കായി ഭാഗത്തായിട്ട് ഞങ്ങൾ ഉപയോഗിക്കണമേ കർത്താവേ. കർത്താവിന്റെ വരവെടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളും കർത്താവേ ഞങ്ങൾ ഉപയോഗിക്കണമേ കർത്താവ്. അക്ഷരങ്ങളാലും അടയാളങ്ങളാലും എടുത്ത് വാചനത്തെ ഉറപ്പിക്കുമ്പോൾ ഞങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ അത് പ്രേമയായിട്ട് മാറി, ക്രിയ ചെയ്യുന്ന ഭയമായിട്ട് മാറി. അത് ക്രിയ ചെയ്യട്ടെ കർത്താവേ. ഹൃദയത്തിലേക്ക് പ്രവർത്തിക്കാരട്ടെ, ഹൃദയങ്ങളെ രൂപാന്തരപ്പെട്ടെ കർത്താവിനായിട്ട് ആട്ടുകരങ്ങളിലേക്ക് അതിലും കേട്ടവർ ഇനി കേൾക്കാനിരിക്കുന്നവരെയല്ല അതിലൂടെ സാക്ഷ്യത്തിലൂടെ സ്പർശിക്കണമേ. അവിടുത്തെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. സായങ്കാലം മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും സ്വർഗീയ പിതാവേ.